ഈശോയുടെ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഉഷാറായിട്ട് പറയേ. നമുക്ക് എല്ലാവർക്കും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചു പിടിച്ച് പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നമ്മിൽ നിറയാൻ വേണ്ടി ഒരു ഗാനം കേൾക്കാം. നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാനെന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാനെന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. സ്നേഹപിതാവായ ദൈവമേ, ലോകം മുഴുവനും COVID-19 എന്ന മഹാമാരിയുടെ പിടിയിൽ അമർത്തിരിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ സ്നേഹകരങ്ങളിൽ ചേർത്ത് നിർത്തുന്നതോർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിലും അങ്ങയെക്കുറിച്ച് അറിയുവാനും അവ ജീവിതത്തിൽ പകർത്തുവാനും ഇങ്ങനെ ഒരു അവസരം നൽകിയതിനോർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്ന് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നന്നായി മനസ്സിലാക്കാനും അവ ജീവിതത്തിൽ പകർത്തി നല്ല മക്കളായി ജീവിക്കാനും വേണ്ട എല്ലാ കൃപാവരങ്ങളും തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സോളമനെ ധാരാളം ജ്ഞാനം ദൈവം വാരിക്കോരി നൽകി. ഈ ജ്ഞാനത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ബൈബിളിൽ നിന്നൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ സോളമന്റെ ജ്ഞാനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു വീഡിയോ കണ്ടാലോ? മാന്യ സദസ്സിന് എന്റെ വിനീതമായ നമസ്കാരം. കൂട്ടുകാരെ, നിങ്ങൾ രാജാക്കന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പണ്ട് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു. വിശുദ്ധ ബൈബിളിലും നിരവധി രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശൗൽ രാജാവ്, സോളമൻ രാജാവ്, ദാവീദ് രാജാവ് എന്നിവരെല്ലാം ഉദാഹരണങ്ങളാണ്. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കഥയുടെ പേര് മഹാജ്ഞാനിയായ സോളമൻ രാജാവ്. തന്റെ പിതാവായ ദാവീദ് രാജാവിൽ നിന്ന് ഭരണം ഏറ്റെടുക്കുമ്പോൾ സോളമൻ രാജാവിന് വളരെ പ്രായം കുറവും ഭരണകാര്യങ്ങളിൽ അറിവുമില്ലായിരുന്നു. സോളമൻ രാജാവ് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ സഹായിക്കണമേ. ഒരു രാത്രിയിൽ സോളമൻ രാജാവ് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ദൈവം രാജാവിനോട് ചോദിച്ചു, മകനെ, ഞാൻ നിനക്ക് എന്ത് നൽകണം? പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ സോളമൻ രാജാവ് എന്താണ് ദൈവത്തിനോട് ആവശ്യപ്പെട്ടതെന്ന്? കൂടുതൽ പണം, അധികാരം, നല്ല ആരോഗ്യം? അല്ലല്ല, ഇതൊന്നുമല്ല. ഇതിലും വിലപ്പെട്ട ഒന്നാണ്. തന്റെ പ്രജകളെ ഭരിക്കാൻ നല്ല വിവേകവും ജ്ഞാനവും ദൈവത്തിനോട് അപേക്ഷിച്ചു. ദൈവം സന്തുഷ്ടനായി രാജാവിനോട് പറഞ്ഞു, ഒരു പക്ഷേ നിനക്ക് വേണമായിരുന്നെങ്കിൽ നല്ല ജീവിതം, കൂടുതൽ സമ്പത്ത് ഒക്കെ ആവശ്യപ്പെടാമായിരുന്നു. പക്ഷേ നീ നല്ല വിവേകവും ജ്ഞാനവും ആവശ്യപ്പെടുന്നതുകൊണ്ട് ഞാൻ നിന്നെ ജ്ഞാനികളെ ജ്ഞാനിയാക്കും. കൂടാതെ കൂടുതൽ സമ്പത്തും അധികാരവും നൽകി നിന്നെ അനുഗ്രഹിക്കും. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രണ്ടമ്മമാർ ഒരു കുഞ്ഞുമായി രാജാവിന്റെ അടുക്കലെത്തി. ആദ്യത്തെ അമ്മ പറഞ്ഞു, രാജാവേ, ഞങ്ങൾ രണ്ടുപേരും ഒരേ വീട്ടിൽ താമസിക്കുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ കുഞ്ഞു പിറന്നു. പിറ്റേ ദിവസം രാത്രിയിൽ ഇവളുടെ കുഞ്ഞ് മരിച്ചു. ആ മരിച്ച കുഞ്ഞിനെ എന്റെ അടുക്കൽ കിടത്തി ജീവനുള്ള കുഞ്ഞിനെ അവളും എടുത്തു. എന്നിട്ട് ജീവനുള്ള കുഞ്ഞ് അവളുടേതാണെന്നും മരിച്ച കുഞ്ഞ് എന്റേതാണെന്നും അവൾ പറയുന്നു. ഇത് കേട്ട്
രണ്ടാമത്തെ അമ്മ കരഞ്ഞോണ്ട് പറഞ്ഞു, ഇല്ല രാജാവേ, ഇല്ല, ജീവനുള്ള കുഞ്ഞ് എന്റേതും മരിച്ചത് അവളുടേതുമാണ്. ഇത് കേട്ട് രാജാവ് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പറയുന്നു ജീവനുള്ള കുഞ്ഞ് നിങ്ങളുടേത്, മരിച്ചത് മറ്റാളുടേതുമാണെന്ന്. രാജാവ് ഒരു നിമിഷം ആലോചിച്ചു, എന്താണ് ഇതിലൊരു പോംവഴി? രാജാവ് അടുത്തിരുന്നവടനോട് പറഞ്ഞു, പോയി ഒരു വാൾ കൊണ്ടുവരിക. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ സോളമൻ രാജാവ് ആ വാള് ഉപയോഗിച്ച് എന്താ ചെയ്തതെന്ന്? രാജാവ് ഭടനോട് പറഞ്ഞു, ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി മുറിച്ച് രണ്ടമ്മമാർക്ക് കൊടുക്കാം. ജീവനുള്ള കുഞ്ഞിന്റെ അമ്മ പറഞ്ഞു, അരുത് രാജാവേ, അരുത്, കുഞ്ഞിനെ കൊല്ലരുത്. ജീവനുള്ള കുഞ്ഞിനെ അവൾക്ക് കൊടുക്കുക. കുഞ്ഞ് ജീവിച്ചിരിക്കുന്നതെങ്കിലും എനിക്ക് കാണാമല്ലോ. ഇത് കേട്ട് രണ്ടാമത്തെ അമ്മ പറഞ്ഞു, ശരിയാണ് രാജാവേ, അങ്ങയുടെ തീരുമാനം ശരിയാണ്. കുഞ്ഞിനെ രണ്ടായി കുറിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തരിക. വാളെടുത്ത് മാറ്റുക. രാജാവ് ആജ്ഞാപിച്ചു. ജീവനുള്ള കുഞ്ഞിനെ അതിന്റെ യഥാർത്ഥ അമ്മയ്ക്ക് കൊടുക്കുക. കുഞ്ഞിനെ കൊല്ലാൻ പറഞ്ഞമ്മ തുറങ്കലിലെടുക്കുക. തന്റെ കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തിൽ രാജാവിനോട് നന്ദി പറഞ്ഞ് ആ അമ്മ വീട്ടിലേക്ക് മടങ്ങി. പ്രിയ കൂട്ടുകാരെ, നോക്കുക, സോളമൻ രാജാവ് ദൈവത്തിനോട് നല്ല വിവേകത്തിനും ജ്ഞാനത്തിനും വേണ്ടി അപേക്ഷിച്ചു. ദൈവം നൽകി. അതുപോലെ കുഞ്ഞുങ്ങളായ നമുക്കും ദൈവത്തിനോട് നല്ല ബുദ്ധി, വിവേകവും ജ്ഞാനത്തിനും വേണ്ടി അപേക്ഷിക്കാൻ ദൈവം നമ്മെ തീർച്ചയായും അനുഗ്രഹിക്കും. നന്ദി, നമസ്കാരം. സോളമന്റെ ജ്ഞാനം, വിജ്ഞാനം കേട്ടറിഞ്ഞ് വിവിധ ദേശങ്ങളിൽ നിന്നും ജ്ഞാനികൾ അവിടെ എത്തി. അവരെല്ലാവരും സോളമന്റെ രാജസദസ്സ് അലങ്കരിച്ചു. എല്ലാവർക്കും സോളമന്റെ അറിവിനെ കുറിച്ച് മനസ്സിലായി. പലയിടത്തും പല രാജ്യങ്ങളിലും ഒത്തിരി അറിവുള്ളവർ ഇത് കേട്ടറിഞ്ഞ് ആ രാജ്യത്തേക്ക് എത്താൻ തുടങ്ങി. അങ്ങനെ അറിവിന് പേര് കേട്ട ഒരു രാജ്ഞിയുണ്ട്. രാജ്ഞിയുടെ പേരാണ് ഷേബ രാജ്ഞി. സോളമന്റെ അറിവിനെ കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ രാജ്ഞിക്ക് ഇതൊന്ന് പരീക്ഷിച്ചറിയണം, ഇത് സത്യമാണോ കള്ളത്തരമാണോ എന്ന് അറിയണ്ടേ. അതിനുവേണ്ടി ഷേബ രാജ്ഞി സോളമന്റെ രാജസദസ്സിലേക്ക് വന്നു. രാജ്ഞി വെറും കൈയോടെ അല്ല വന്നത്, കുറേ കടങ്കഥകളുമായിട്ടാണ് വന്നത്. ഈ കടങ്കഥകൾക്ക് എല്ലാത്തിനും സോളമൻ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുകയാണ്. രാജ്ഞി എത്ര തന്നെ ചോദ്യം ചോദിച്ച് സോളമനെ മുട്ടുമടക്കിക്കാൻ നോക്കിയെങ്കിലും ഒന്നും സാധിച്ചില്ല. സോളമൻ എല്ലാത്തിനും ഉത്തരം പറഞ്ഞു. അപ്പൊ രാജ്ഞിക്ക് ഇതിന് ഭയങ്കര അതിശയം തോന്നി. രാജ്ഞി എന്താ വിചാരിച്ചത്? അത്രയ്ക്കൊന്നും അറിവുണ്ടായിരിക്കില്ല എന്നുള്ള കരുതലിലായിരുന്നു വന്നത്. അപ്പോൾ സോളമൻ രാജാവിൻ്റെ രാജകൊട്ടാരത്തെക്കുറിച്ചും അറിവിനെക്കുറിച്ചും ദേവാലയത്തെക്കുറിച്ചും രാജകൊട്ടാരത്തിലുള്ള മറ്റുള്ള കാര്യങ്ങൾ, കാഴ്ചകൾ, അവിടുത്തെ വേലക്കാർ, അവിടുത്തെ ഭക്ഷണ സാധനങ്ങൾ വരെ ഒത്തിരി പേര് കേട്ടതായിരുന്നു. രാജാവ് അർപ്പിക്കുന്ന ദഹന ബലികൾ, ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഷേബ രാജ്ഞി വന്നത്. ഇതെല്ലാം കണ്ടപ്പോൾ താൻ കേട്ടതൊന്നും അധികമല്ല, താൻ കേട്ടതെല്ലാം വാസ്തവമാണ്, സത്യമാണെന്ന് രാജ്ഞിക്ക് ബോധ്യമായി. ഈ രാജാവിൻ്റെ വിജ്ഞാനത്തിൽ സംതൃപ്തി തോന്നിയ ആ രാജ്ഞി എന്ത് ചെയ്യുന്നു? രാജാവിന് ധാരാളം സമ്മാനങ്ങളും കൂടി കൊടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത്. പരീക്ഷിക്കാൻ വന്ന രാജ്ഞിയാണ്. തിരിച്ചു പോകുന്നതോ സന്തോഷത്തോടു കൂടെ, നിറഞ്ഞ മനസ്സോടു കൂടെ. രാജാവിന് ധാരാളം സമ്മാനങ്ങൾ നൽകി. 120 താലന്ത് സ്വർണവും ധാരാളം സുഗന്ധദ്രവ്യങ്ങളും രത്നങ്ങളും ഒക്കെ സോളമൻ രാജാവിന് രാജ്ഞി സമ്മാനമായിട്ട് കൊടുക്കുന്നു. സോളമൻ രാജാവിന് ഇതിനു മുന്നോ ശേഷമോ ഇത്ര അധികം സുഗന്ധദ്രവ്യങ്ങൾ ആരും സമ്മാനിച്ചിട്ടില്ലെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. സോളമന്റെ കീർത്തി ഓരോ ദിവസവും നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് ഉണ്ടായത്. ഈ വിജാതീയരായിട്ടുള്ള ആളുകൾ പോലും സോളമന്റെ വിജ്ഞാനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് നമ്മുടെ ഇസ്രായേലിയരുടെ രാജാവിനെ പ്രകീർത്തിക്കാൻ തുടങ്ങി. സോളമന്റെ പ്രശസ്തി നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. 3000 സുഭാഷിതങ്ങളും 1005 കീർത്തനങ്ങളും സോളമൻ രചിക്കുകയുണ്ടായി. കൂടാതെ പഴയ നിയമ പുസ്തകങ്ങളായ ജ്ഞാനം, ഉത്തമഗീതം, സുഭാഷിതങ്ങൾ ഇവയെല്ലാം സോളമനാണ് രചിച്ചതെന്ന് കരുതപ്പെടുന്നു.
നിങ്ങളിന്ന് വീട്ടിൽ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാലേ 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കണേ. മറക്കില്ലല്ലോ ആരും. നമ്മുടെ സോളമൻ എത്രമാത്രം വിജ്ഞാനിയും അറിവും ഉള്ള ആളായിരുന്നിട്ടും അദ്ദേഹം ദൈവത്തിനു മുമ്പിൽ ഒരു തെറ്റ് ചെയ്തു. എന്താന്ന് മക്കൾക്കറിയോ? ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ സോളമൻ രാജാവിന് ഒത്തിരി വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ? അദ്ദേഹം മറ്റു രാജ്യങ്ങളുമായിട്ട് സമാധാനപരമായും സൗഹൃദപരമായും ഒരു ബന്ധം പുലർത്തിയ ആളായിരുന്നു. അപ്പോൾ ഇവരുമൊക്കെയായിട്ട് അദ്ദേഹം വാണിജ്യ ബന്ധത്തിലും ഏർപ്പെട്ടു. ഈ ബന്ധം കുറച്ചും കൂടെ ശക്തമാക്കാൻ വേണ്ടി, ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ധാരാളം വിദേശ വനിതമാരെ എന്ത് ചെയ്യുന്നു? ഭാര്യമാരായിട്ട് സ്വീകരിച്ചു. അക്കൂട്ടത്തിൽ നമ്മുടെ ഫറവോയുടെ പുത്രിയും അന്യ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുറേ ഭാര്യമാരുണ്ടായെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇവരുടെയൊക്കെ ആഗ്രഹങ്ങൾ ആര് നടത്തി കൊടുക്കണമായിരുന്നു? ഈ സോളമൻ രാജാവ്. ഇവരൊക്കെ വേറെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവരുടെയൊക്കെ ദേവന്മാര് വേറെ ആയിരിക്കില്ലേ? അപ്പൊ ഇവര് ആവശ്യപ്പെട്ടതനുസരിച്ച് സോളമൻ രാജാവ് അന്യദേവന്മാർക്ക് വേണ്ടിയിട്ട് ആലയങ്ങളും ബലിപീഠങ്ങളും ഒക്കെ ജെറൂസലമിൽ ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ അതൊക്കെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളല്ലേ? അപ്പം സോളമന്റെ ആഗ്രഹം എന്തായിരുന്നു? അവരെയൊക്കെ തൃപ്തിപ്പെടുത്തുക, അവരെയൊക്കെ സന്തോഷിപ്പിക്കുക, അങ്ങനെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ദൃഢപ്പെടുത്തുക. ഇതിനു വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ സോളമൻ ഇത് നിർമ്മിച്ചു കൊടുക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം വിഗ്രഹാരാധന നടത്തുകയും ചെയ്തു. അന്യദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. ഇതില് ദേഷ്യം തോന്നിയ, ഇതിൽ ഇഷ്ടക്കുറവ് തോന്നിയ കർത്താവ് 2 പ്രാവശ്യം സോളമന് പ്രത്യക്ഷപ്പെട്ടിട്ട് സോളമനോട് വിഗ്രഹങ്ങളെ ആരാധിക്കരുതെന്ന് പറയുന്നുണ്ടായിരുന്നു. 2 പ്രാവശ്യം താക്കീത് കൊടുത്തു. പക്ഷേ നമ്മുടെ സോളമൻ രാജാവ് ദൈവത്തിന്റെ ആജ്ഞ നിരസിക്കുകയാണ് ചെയ്തത്, അനുസരിച്ചില്ല. ഇതിൽ കുപിതനായ കർത്താവ് എന്ത് ചെയ്തു? സോളമനെ ശിക്ഷിക്കുന്നു. എന്ത് പറഞ്ഞാണ് ശിക്ഷിക്കുന്നത്? നിന്റെ മരണശേഷം ഇസ്രായേൽ രാജ്യം 2ആയിട്ട് വിഭജിക്കുമെന്ന് പറയുന്നു. എന്താ നിങ്ങളെന്താ ഓർത്ത് നോക്കിയേ? സോളമൻ രാജാവ് തെറ്റ് ചെയ്തു, പക്ഷെ രാജാവിന്റെ മരണശേഷം ആ ശിക്ഷ നടപ്പിലാക്കുന്നുള്ളൂ. അതെന്തായിരിക്കും? അതിനുള്ള കാരണം ദൈവം പറയുന്നുണ്ട്, കർത്താവ് പറയുന്നുണ്ട്. നിന്റെ പിതാവായ ദാവീദിനെ ഓർത്ത് നിന്റെ മരണശേഷം ഞാൻ ഈ ശിക്ഷ നടപ്പാക്കും. അപ്പൊ ആരെ ഓർത്താണ്? സോളമനെ ഓർത്താണോ? അല്ല, സോളമന്റെ പിതാവായ ദാവീദിനെ ഓർത്താണ് കർത്താവ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോ ഈ സോളമൻ രാജാവ് ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു. അതിന്റെ പേരിൽ എന്താ സംഭവിച്ചത്? രാജ്യം 2ആയിട്ട് ഭിന്നിക്കുകയാണ് ചെയ്തത്. ഒരു നേതാവിന്റെ അവിശ്വസ്തത രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നു. അപ്പൊ നേതാവിന് ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണം എന്താണ്? വിശ്വസ്തത. അത് നമ്മുടെ സോളമൻ രാജാവ് നഷ്ടപ്പെടുത്തിയില്ലേ? അപ്പൊ നമ്മളിപ്പം ഒരു നേതാവിന് ഉണ്ടായിരിക്കേണ്ട കുറേ ഗുണങ്ങൾ പറഞ്ഞു. ആ ഗുണങ്ങളെല്ലാം മറന്നുപോയോ നിങ്ങള്? ഓരോ ഗുണങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം കേട്ടത് ഓർമ്മയിൽ നിന്ന് പോയോ? ഇല്ലെങ്കിലൊന്ന് നമുക്ക് ഓർത്തെടുത്ത് പറഞ്ഞാലോ? എന്തൊക്കെയാണ് നേതാവിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങള്? 1, ഒരു നേതാവ് ജനഹിതമറിഞ്ഞ് പ്രവർത്തിക്കണം. വെരി ഗുഡ്. 2ാമത്തത്, രാജാവ് ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കണം. 3ാമത്, ഒരു രാജാവ് ജനങ്ങളെ വിജ്ഞാനത്തോടും വിവേകത്തോടും കൂടി നയിക്കണം. 4ാമത്തത്, രാജാവ് വിശ്വസ്തനായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലില്ലേ? നമ്മുടെ പാഠം കഴിഞ്ഞു. നമുക്കിതിലത്തെ പ്രവർത്തനങ്ങൾ ചെയ്യണ്ടേ? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. അതിൽ പേജ് നമ്പർ 42 കുറിപ്പെഴുതുക എന്ന് കണ്ടോ? വിജ്ഞാനിയായ സോളമന്റെ ജീവിത പതനം നമുക്ക് തരുന്ന പാഠം, അതായത് സോളമന്റെ ജീവിതത്തെക്കുറിച്ചും സോളമന്റെ ജ്ഞാനത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്കറിയാം. സോളമന്റെ ജീവിതത്തിലുണ്ടായ പതനം അതെന്തിലൂടെയാണ് സംഭവിച്ചതെന്നും
ആ പതനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് പാഠമാണ് തരുന്നതെന്നും നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ ഇവിടെ എഴുതണം. ഇവിടെ സ്ഥലമുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയാൽ മതി. അത് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഉത്തരം കണ്ടെത്താം. ഒന്നാമത്തെ ചോദ്യം, സോളമൻ ദാവീദിന്റെ പിൻഗാമിയാവാൻ കാരണമെന്ത്? എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ 39ാമത്തെ പേജിൽ എടുത്തോ. അതില് സോളമൻ ബത്ശേബയിൽ നിന്നുള്ള പുത്രനാകിയാൽ ആദ്യജാതനല്ലായിരുന്നിട്ടും ദാവീദ് അദ്ദേഹത്തെ തൻ്റെ പിൻഗാമിയാക്കി. അവിടം വരെ അടയാളപ്പെടുത്തിയിട്ട് 1 നമ്പർ ഇട്ട് വയ്ക്കാം. അടയാളപ്പെടുത്തിയില്ലേ? രണ്ടാമത്തെ ചോദ്യം, സോളമൻ ജ്ഞാനം ആർജിച്ചതെങ്ങനെ? എങ്ങനെയാ സോളമൻ ജ്ഞാനം ആർജിച്ചത്? അവിടെ പേജ് നമ്പർ 40 സോളമന്റെ ജ്ഞാനം എന്നുള്ള താഴെ ആ പാരഗ്രാഫ് അടയാളപ്പെടുത്താം. ഒരിക്കൽ സോളമൻ രാജാവ് ബലിയർപ്പിക്കാൻ ഗിബിയോനിലേക്ക് പോയി. അവിടെ വെച്ച് രാത്രി കർത്താവ് സോളമനെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. നിനക്ക് എന്ത് വരം വേണമെന്ന് ചോദിച്ചു. സോളമൻ പറഞ്ഞു, നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. അവിടം വരെ അടയാളപ്പെടുത്തി 2 നമ്പർ ഇടാം. കിട്ടിയില്ലേ? മൂന്നാമത്തത്, സോളമൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? അത് മക്കളെല്ലാവരും 39ാമത്തെ പേജ് എടുത്തേ. മുകളിൽ തന്നെ നീല കളറിൽ കൊടുത്തിട്ടുണ്ട്. സോളമൻ എന്ന വാക്കിന് സമാധാനം എന്നാണ് അർത്ഥം. അടയാളപ്പെടുത്തിയിട്ട് 3 നമ്പർ ഇടാം. അടുത്ത ക്വസ്റ്റ്യൻ, സോളമന്റെ പേരിൽ അറിയപ്പെടുന്ന വിജ്ഞാന ഗ്രന്ഥങ്ങൾ ഏവ? അത് പേജ് നമ്പർ 40 ഏറ്റവും താഴെയായിട്ടുണ്ട്. ഉത്തമഗീതം, സുഭാഷിതങ്ങൾ, ജ്ഞാനം. അടയാളപ്പെടുത്തിയോ? 4 നമ്പർ ഇട്ടില്ലല്ലോ? ഇട്ടോ? ഓക്കെ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, ഐശ്വര്യപൂർണമായിരുന്നെങ്കിലും സോളമന്റെ ഭരണം ജനങ്ങളെ അതൃപ്തരാക്കാനുണ്ടായ കാരണം എന്ത്? അത് പേജ് നമ്പർ 39 എല്ലാവരും 39 എടുത്തേ. അവിടെ ആ 39ാമത്തെ പേജിൽ സോളമന്റെ ഭരണത്തിൽ രാജ്യം സമ്പൽ സമൃദ്ധമായി തീർന്നു. അതിൻ്റെ താഴെയുള്ള സെൻറ്റൻസ് ഉണ്ട്, ജനങ്ങളുടെ മേൽ ഭാരിച്ച നികുതി കെട്ടിവെച്ചതും കഠിനവേലകൾ അടിച്ചേൽപ്പിച്ചതും അവരെ അതൃപ്തരാക്കിയിരുന്നു. അതാണ് നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടത്. കിട്ടിയോ? 5 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഓക്കെ. ഇവിടെ ഒരു പാട്ടുണ്ട്, നമുക്ക് പാടാം. എന്നെല്ലാവരും ആ പാട്ടൊന്ന് കേട്ടേ. ജ്ഞാനത്തിൻ സ്രോതസ്സു ദൈവഭയമത്രേ, ജ്ഞാനികൾ കർത്താവിൽ ആശ്രയിക്കും. ജ്ഞാനത്തിൻ സ്രോതസ്സു ദൈവഭയമത്രേ, ജ്ഞാനികൾ കർത്താവിൽ ആശ്രയിക്കും. ജ്ഞാനിയാണെങ്കിലും ദൈവത്തെ കൈവിട്ടാൽ സർവവിജ്ഞാനവും വ്യർത്ഥമാകും. ജ്ഞാനിയാണെങ്കിലും ദൈവത്തെ കൈവിട്ടാൽ സർവവിജ്ഞാനവും വ്യർത്ഥമാകും. സമ്പത്തിനേക്കാളും സ്ഥാനങ്ങളെക്കാളും മൂല്യവത്താകും ജ്ഞാനമെന്നും. സമ്പത്തിനേക്കാളും സ്ഥാനങ്ങളെക്കാളും മൂല്യവത്താകും ജ്ഞാനമെന്നും. എന്നാലും ദൈവത്തിൽ നിന്നകന്നിടുകിൽ ഏതു വിജ്ഞാനിയും വീണടിയും.
എന്നാലും ദൈവത്തിൽ നിന്നകന്നിടുകിൽ ഏതു വിജ്ഞാനിയും വീണടിയും. സമ്പത്തിനേക്കാളും സ്ഥാനങ്ങളെക്കാളും മൂല്യവത്താകുന്നു ജ്ഞാനമെന്നും. സമ്പത്തിനേക്കാളും സ്ഥാനങ്ങളെക്കാളും മൂല്യവത്താകുന്നു ജ്ഞാനമെന്നും. എന്നാലും ദൈവത്തിൽ നിന്നകന്നിടുകിൽ ഏതു വിജ്ഞാനിയും വീണടിയും. എന്നാലും ദൈവത്തിൽ നിന്നകന്നിടുകിൽ ഏതു വിജ്ഞാനിയും വീണടിയും. ജ്ഞാനത്തിൻ സ്രോതസ്സു ദൈവഭയമത്രേ, ജ്ഞാനികൾ കർത്താവിൽ ആശ്രയിക്കും. ജ്ഞാനിയാണെങ്കിലും ദൈവത്തെ കൈവിട്ടാൽ സർവവിജ്ഞാനവും വ്യർത്ഥമാകും. ജ്ഞാനത്തിൻ സ്രോതസ്സു ദൈവഭയമത്രേ, ജ്ഞാനികൾ കർത്താവിൽ ആശ്രയിക്കും. ദൈവവചനം ഓർമ്മിക്കാം. നിങ്ങൾ ഈ ദൈവവചനം ഓർമ്മിക്കാം എന്നുള്ളത് മനഃപ്പാഠമാക്കണം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്നതാണ്. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായം 14-ാം വാക്യം. എല്ലാവരും ബൈബിൾ എടുത്തിട്ട് ഇതൊന്ന് വായിച്ചു നോക്കണം. ആ 1-ാം അധ്യായം 14-ാം വാക്യം മാത്രം വായിച്ചാൽ പോരാ. അതിൻ്റെ ആ 1-ാം അധ്യായത്തിലുള്ള ആ മുഴുവനും നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അപ്പം നിങ്ങൾക്ക് ആ 14-ാമത്തെ വാക്യം ഇതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് കൈകൂപ്പി കണ്ണടച്ച് പിടിച്ച് ടീച്ചർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഒന്ന് മനസ്സിൽ പറയാം. ദൈവമേ, നന്മ തിന്മകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള വിവേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതിന് താഴെയായിട്ട് നമുക്ക് മനഃപ്പാഠമാക്കാമെന്നുള്ളത് ഒന്നുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കിക്കേ. ചിലർ വിജ്ഞാനത്തിന് വേണ്ടി സമ്പാദിക്കുന്നു. അത് ലജ്ജാവഹമായ കൗതുകമാണ്. ചിലർ പ്രശസ്തിക്ക് വേണ്ടി വിജ്ഞാനം തേടുന്നു. അത് മായാസ്തുതിയാണ്, ലജ്ജാവഹമാണ്. ധനമോ ഔന്നത്യമോ പ്രാപിക്കാൻ വേണ്ടി ചിലർ ജ്ഞാനം സമാർജിക്കുന്നു. അത് ബഹുമാന്യമല്ലാത്ത അധ്വാനമാണ്. അന്യരെ പഠിപ്പിക്കാൻ ചിലർ വിജ്ഞാനം തേടുന്നു. അത് ഉപവിയാണ്. വേറെ ചിലർ സ്വന്തം അഭിവൃദ്ധിക്ക് വേണ്ടി വിജ്ഞാനം കരസ്ഥമാക്കുന്നു. അത് വിവേകമാണ്. വിശുദ്ധ ബർണാഡിൻ്റെ വാക്കുകളാണിത്. പലതരത്തിൽ വിജ്ഞാനം പലരും കരസ്ഥമാക്കുന്നുണ്ട്. ചിലർ സ്വന്തം കാര്യത്തിന് വേണ്ടി വിജ്ഞാനം കരസ്ഥമാക്കുന്നു. ചിലർ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി വിജ്ഞാനം കരസ്ഥമാക്കുന്നു. ചിലർ പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് വിജ്ഞാനം കരസ്ഥമാക്കുന്നു. അങ്ങനെ പലതരത്തിൽ വിജ്ഞാനം ആളുകൾ കരസ്ഥമാക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് വിശുദ്ധ ബർണാഡ് പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ബർണാഡിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? വിശുദ്ധ ബർണാഡ് മാർപ്പാപ്പമാരുടെ ഉപദേഷ്ടകൻ, കുരിശുയുദ്ധത്തിന് സൈന്യത്തെ സജ്ജമാക്കിയ ആൾ, വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതൻ, പിന്നെ അതിലും കൂടുതലായിട്ട് എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന സഭയ്ക്ക് സംഭാവന ചെയ്ത ആൾ എന്നീ നിലകളിലെല്ലാം അറിയപ്പെടുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ബർണാഡ്. അദ്ദേഹം ഫ്രാൻസിലെ ഒരു പ്രഭു കുടുംബത്തിലാണ് ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ വളരെയധികം ബുദ്ധിശാലിയും പഠിക്കാൻ മിടുക്കനും ഒക്കെയായിരുന്നു ബർണാഡ്. തനിക്ക് കയ്യിൽ കിട്ടുന്നതെല്ലാം മറ്റുള്ളവർക്ക് ദാനമായിട്ട് കൊടുക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം സൈറ്റോ ആശ്രമത്തിൽ സന്യാസിയാകാൻ വേണ്ടി ചേർന്നു. 3 വർഷത്തെ ആശ്രമ ജീവിതം കൊണ്ട് തന്നെ
അദ്ദേഹത്തിൻ്റെ ആത്മീയതയിലുള്ള വളർച്ച മനസ്സിലാക്കിയ ആശ്രമ അധികാരികൾ അദ്ദേഹത്തെ പുതിയ ആശ്രമത്തിൻ്റെ അധികാരിയാക്കി മാറ്റുകയാണ് ഉണ്ടായത്. അദ്ദേഹം തൻ്റെ വിശ്വാസം കൊണ്ട് മറ്റുള്ളവരെ ആത്മീയമായിട്ട് വളർത്തിയെടുക്കുന്നതിൽ വളരെയധികം ശ്രദ്ധാലുവായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് പലരും മാനസാന്തരപ്പെട്ട് നല്ല ജീവിതം നയിക്കുവാൻ തുടങ്ങി. 37 വർഷക്കാലം അദ്ദേഹം ആ ആശ്രമത്തിൻ്റെ അധിപനായിട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെയധികം ഉപവാസവും കടുത്ത ഉപവാസവും പ്രായശ്ചിത്തമൊക്കെ കാരണം അദ്ദേഹം ശരീരം ആകെ ക്ഷീണിച്ച് കിടക്കയിൽ എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കെ ആഗസ്റ്റ് 20 വിശുദ്ധ ബർണാഡ് ഇഹലോകവാസം വെടിഞ്ഞു. വിശുദ്ധ ബർണാഡിൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും ഈ പാഠം നന്നായിട്ട് മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പം സോളമൻ രാജാവിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഭരണത്തെക്കുറിച്ചും അദ്ദേഹം നിർമ്മിച്ച ദേവാലയത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അധപ്പതനത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചു. എല്ലാവർക്കും പാഠം നന്നായിട്ട് മനസ്സിലായെന്ന് ടീച്ചർ കരുതുന്നു. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.